Angel and you're watching Angel's World of Happiness. Yay! അപ്പോൾ ഇന്ന് നമ്മൾ ഒരു അൺബോക്സിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. കാരണം എൻ്റെയും ചേട്ടന്മാരുടെയും പപ്പയുടെയും ഒക്കെ എന്താ പറയുക വണ്ടി ഭ്രാന്ത് കൊണ്ട് ഞങ്ങളുടെ ഒരു അങ്കിൾ എനിക്ക് പ്രസൻറ്റ് ചെയ്തൊരു സാധനം നമ്മൾ അൺബോക്സിങ് ചെയ്യാൻ പോവാണ്. കൂടാതെ നമ്മളത് സെറ്റ് ചെയ്യാനും കൂടി പോകാൻ പോവാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഈ ഫാമിലി മെമ്പേഴ്സിനേക്കാളും കൂടുതൽ ബൈക്കും കാറും സംഭവങ്ങളൊക്കെയാണ്. എവിടെ ഏത് വണ്ടി കണ്ടാലും അപ്പം തന്നെ ചേട്ടന്മാരെ അല്ലെങ്കിൽ ഞാനൊക്കെ ഇത് വാങ്ങിക്കാം എന്ന് പറഞ്ഞ് ഞാനൊക്കെ ഭയങ്കര വാശി പിടിക്കും. അപ്പോൾ അങ്ങനെ കണ്ടിട്ട് ഞങ്ങളുടെ ഒരു അങ്കിൾ ഞങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്തതാണ് ലീഗോൻ്റെ ഒരു ഡുക്കാട്ടി ബൈക്ക്, ഇങ്ങനെ ബൈക്കിൻ്റെ ഒരു ടോയ് മാതിരിത്തെ. അപ്പോൾ ഇത് ദേ കണ്ടോ, ഇതിൻ്റെ പ്രൈസ് ഒന്നും ഇതിൽ എഴുതിയിട്ടില്ല. അങ്കിൾ ഞങ്ങൾക്ക് പ്രൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗൂഗിളിലും ഇങ്ങനെ ഡുക്കാട്ടിയുടെ ഷോറൂമിലൊക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞത് എന്താ പറയണേ 14,000 rupees തൊട്ട് തുടങ്ങുന്നതാണ് ഇത്. അപ്പോൾ അതെ ആണോ. അപ്പോൾ ഇത് നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എൻ്റെ ഒപ്പം മൂത്തോട്ടനുണ്ട്. ഹായ് പറ. അപ്പോൾ അതെ ഇവിടെ ടയറുകളും സ്റ്റിക്കറുകളൊക്കെ നമുക്ക് മാറ്റി വയ്ക്കാം. അത് നമുക്ക് ലാസ്റ്റ് ആകുമ്പോഴാണ് ഉപയോഗമുള്ളത്. അപ്പം പിന്നെ നമുക്ക് ഇതിനെ പൊട്ടിച്ചിടാം. ഫസ്റ്റ് പാക്കറ്റ് നമ്മൾ പൊട്ടിക്കാണ്. വയ്ക്കാം. ഇങ്ങനെ ഓരോരോ സൈഡുകളിലായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ കൂട്ടിക്കൊള്ളണം. ഈ ബോക്സിലൊക്കെ എന്തൊക്കെയുണ്ട്. ഇതിപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ട് ഒരുപാട് സമയം എടുക്കുന്ന തോന്നുന്നുണ്ട്. ഒരു പാർട്സ് ഏകദേശം ഒരു 1000 എണ്ണത്തിൻ്റെ അടുത്തുണ്ട്. ഇത് മൊത്തം തപ്പി വരുമ്പോൾ ഇത് ഫ്രണ്ടിലെ ഷോക്ക് ഓബ്സർ വർക്കിംഗ് ഒക്കെയാണ്. രണ്ട് ഷോക്ക് ഓബ്സർ വർക്കിംഗ് ആണ്. ബാക്കിലെ ഷോക്ക് ഓബ്സർ. പിന്നെ പിസ്റ്റൺ ഉണ്ട്. പിസ്റ്റൺ കണക്റ്റിംഗ് റോഡൊക്കെ സെറ്റപ്പാണുള്ള വണ്ടി. അപ്പോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പറക്കുമെന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ടിലെ ഡിസ്ക് 2 എണ്ണം സാധനങ്ങൾ പറയുന്നുണ്ട്. തപ്പി എങ്ങനെയാണെന്ന് ഇത് സിലിണ്ടറാണ്. സിലിണ്ടറിൻ്റെ ഉള്ളിൽ പിസ്റ്റൺ വരും. പിസ്റ്റൺ വർക്ക് ചെയ്യുന്നത് കൊള്ളാം, സെറ്റപ്പ്. എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. പിന്നെ എൻ്റെ ചേട്ടൻ ഇതൊക്കെ റിയൽ ആയിട്ടുള്ള ബൈക്കുകളൊക്കെ സെറ്റ് ചെയ്യണ കാരണം എനിക്ക് അത്രയ്ക്കും പേടിയില്ല. നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ സമയത്തിനായി സമയം ഇപ്പൊ 6 മണി 6:01 ആയിട്ടുണ്ട്. എപ്പോൾ തീരുന്ന ഒരു പിടിയില്ല. ചെയ്ത് നോക്കാം. ഫസ്റ്റ് ചെയ്സുമെന്നാണ് തുടങ്ങണത്. ചെയ്സ് സെറ്റ് ചെയ്ത് തുടങ്ങണം എന്നാണ് കാറ്റലോഗിൽ കാണിക്കുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി ഇതിനകത്തുനിന്ന് ഒരു വട്ടം എടുത്തിട്ട് ഇതൊരെണ്ണം എടുത്ത് ഇങ്ങനെ തന്നെ 1 4 5 എടുത്ത് 1 2 3 4 5 എണ്ണത്തിൻ്റെ 1 2 3 4 5 എണ്ണത്തിൻ്റെ അതും 1 2 3 4 5 പിന്നെ 2 3 4 5 എണ്ണം 5 എണ്ണം. ഇതിൽ അതുകൂടെ കയറ്റി ഇതുകൂടെ 5 എണ്ണം. ഇനി ആഷ് 2 4 6 എണ്ണത്തിൻ്റെ മെയിൻ ഫ്രെയിം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി അതിൻ്റെ അടുത്ത് കടമ്പ
അടുത്തത് വലുത് 1x7 അപ്പോൾ ഇതായിരിക്കും. ഇതൊരെണ്ണം 6 വരുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ മെയിൻ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ എൻജിൻ്റെ ഇത് ചെയ്തു തുടങ്ങാൻ പോവാണ്. അതെ, അപ്പോൾ ഒരുവിധം എൻജിനും മെയിൻ ഫ്രെയിമും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു വീലും നമുക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല വീഡിയോയിൽ. എൻജിൻ്റെ ഇത് വർക്കിംഗ് ആണ്. വീലുകളൊക്കെ കറങ്ങുന്നുണ്ട്. വീലുകളൊക്കെ കറങ്ങുന്നതാണ്. നമുക്കതിനി ബെൽറ്റൊക്കെ വരുന്നുണ്ട്. ബെൽറ്റ് എടുത്ത് വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ബെൽറ്റ് ഇട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ഇട്ട് ഇനിയിപ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ട് തിരിച്ചു കഴിഞ്ഞാൽ അതെ ഗിയർ ബോക്സും എൻജിനും മൊത്തമായിട്ട് എല്ലാം വർക്കിംഗ് ആണ്. വേണ്ട ഇനി ഇതിൻ്റെ ബാക്കി കുറച്ചുകൂടി വീലുകൾ സാധനങ്ങൾ കൂടി ഇട്ടുണ്ടെങ്കിൽ എൻജിൻ്റെ പരിപാടി വരും. പിന്നെ ഫ്രെയിം സെറ്റിംഗ് ആണ്. അപ്പോൾ ബാക്ക് വീലിൻ്റെ സുങ്ങാമ്പ് സംഭവങ്ങളാണ് ഇതൊക്കെ പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ഷോക്ക് ഓബ്സ്റ്ററൊക്കെ വർക്കിംഗ് ഷോക്ക് ഓബ്സ്റ്ററാണ്. താഴെ അതാണ്. ഓക്കെ, അത് ഇൻസ്റ്റാൾ ചെയ്യാം. ശേഷം നമുക്ക് വലിയ ആക്സിലാണ് പറയുന്നത്, അതും കൂടി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ഒരുവിധം വണ്ടിയുടെ ഷേപ്പായി കിട്ടിയിട്ടുണ്ട് നമുക്ക്. ഇനി അതിൻ്റെ ബാക്കി ഫിറ്റിംഗ് കൂടി വന്നിട്ടുണ്ടെങ്കിലാണ് വർക്കിംഗ് ഒക്കെ കറക്റ്റ് ആവുള്ളൂ. ഇപ്പോൾ ഇത് മൊത്തം ആട്ടം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മുടെ ഫ്രണ്ട് വീല് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡിസ്കൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് ഹാൻഡിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. മെയിൻ ഫ്രെയിമേക്ക് ഇത് കയറ്റണ ചടങ്ങാണ്. അതുകൊണ്ട് കയറ്റി കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളൊക്കെ സെറ്റായി. യെസ്, ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഇതിൻ്റെ വട്ടം ഒരു ഷാഫ്റ്റും കൂടി ഉണ്ട്, അതും കൂടി ഇട്ട ഫ്രണ്ട് വീൽ ഓക്കെ. യെസ്, ഇതാ ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഒരുവിധം ഷേപ്പായില്ലേ. ഹാൻഡിലൊക്കെ വർക്കിംഗ് ആണ്, തിരിയന്താണ്. ഫ്രണ്ട് ഷോക്ക് വർക്കിംഗ് ആണ്. കൊള്ളാം, നൈസ്. ഇനിയിപ്പോൾ അടുത്ത് എന്താണെന്ന് നോക്കട്ടെ. ഇനി കുറച്ചും കൂടി ഇതിൻ്റെ ബാക്കി ഫിറ്റിംഗ് ഉണ്ട് ഫ്രണ്ടിൽ, അതും കൂടി സെറ്റ് ചെയ്തിട്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സൈഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫയറിങ്ങും കാര്യങ്ങളൊക്കെ. ഇനി ഇപ്പുറത്തെ സൈഡിലത്തെ ഫയറിങ് നമുക്ക് സെറ്റ് ചെയ്യാം. എല്ലാം ഇത്തിരി എളുപ്പമുള്ള പരിപാടികളാണ്, അതൊന്നും കുഴപ്പമില്ല. അത് കയറ്റി വയ്ക്കേണ്ട ക്ലിപ്പിംഗ് ആണല്ലോ. അപ്പോൾ അത് ഒരു സൈഡ് സെറ്റായിട്ടുണ്ട്. ഇരിക്കില്ലല്ലോ, ടയർ എടുത്തിട്ട് നമുക്ക് സാധിക്കാം. ഇനി അടുത്തത് സെറ്റ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞു. ഏറ്റവും ലാസ്റ്റ് നമുക്ക് സ്റ്റിക്കറുകളുണ്ട്. സ്റ്റിക്കറുകൾ പക്ഷേ ഏറ്റവും ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ഒട്ടിക്കുക. ഇതിനകത്ത് ഒരു ഓരോ സ്റ്റെപ്പിലും ഒട്ടിക്കാൻ പറയുന്നുണ്ട്, പക്ഷെ നമുക്ക് എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒട്ടിച്ചാൽ മതി. ഇപ്പോൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം. അപ്പോൾ ഇപ്പുറത്തെ സൈഡിലത്തെ ഫയറിങ് മെയിൻ ഫയറിങ്
സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. യെസ്, അങ്ങനെ അതും കഴിഞ്ഞു. കാരണം ഒരു ഷേപ്പൊക്കെ ആയില്ലേ പോണ്ടേ. ഇനി അടുത്തത് ഇനി ഓരോന്നോരോന്ന് തന്നെ ഉണ്ട്, ബാക്കിയുള്ളത് സെറ്റ് ചെയ്യാം. ഇനിയിപ്പോൾ ഉള്ളത് ബാക്ക് വീൽ ഇടലാണ്. ബാക്ക് വീല് അങ്ങനെ തന്നെ ചെടിച്ചൊക്കെ ഇട്ടിട്ട് ചെയ്യേണ്ടി വരും. സ്റ്റാൻഡൊന്നുമില്ല, പാഡൊക്കെ ഇത് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. യെസ്, ബാക്ക് വീൽ ഇട്ടിരിക്കുകയാണ്. ബാക്ക് വീൽ ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കിലെ സ്പോക്കറ്റ് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാം. ഇതാണ് ബാക്കിലെ ഡ്രൈവ് വരുന്നത്, സ്പോക്കറ്റ്. അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡും വയ്ക്കാനുള്ള ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പാഡൊക്കും സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. നമുക്ക് പാഡൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പാഡൊക്കെ വണ്ടിയിൽ നിന്ന് വയ്ക്കാം. ക്വാളിറ്റി വന്ന പാഡൊക്കെ നന്നുണ്ട്. നേരെ ഹാൻഡിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി ചേരുന്നതാണ്. ഹാൻഡിൽ ചേരിച്ച് വെച്ചാൽ പെർഫെക്റ്റ്. ഓക്കെ, സെറ്റ്. ഇതിൻ്റെ അടുത്ത കടമ്പ എന്ന് പറയുന്നത് ചെയിൻ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇതിങ്ങനെയല്ല, ഇതേപോലെ ഓരോ ലിങ്കുകളാണ്. ഇത് കണ്ട ചെറിയ ചെറിയ ലിങ്കുകളാണ്. നമ്മളത് ജോയിൻ ചെയ്ത് ഇങ്ങനെ ആക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ളതും കൂടി നമുക്ക് സെറ്റ് ചെയ്യാം. എന്താ ഇങ്ങനെ എടുത്തിട്ടാൽ മതി. സിമ്പിളാണ് പരിപാടി. ചെയിൻ ഓക്കെ. ഇനി ചെയിൻ ഇടാം. നമുക്ക് പാഡൊക്കെ ഒന്ന് ഇറക്കിയിട്ട് താഴത്ത് ഇങ്ങനെ കടത്തിയിട്ടൊക്കെ ചെയ്യാം. ചെയിൻ നീളം ഉണ്ടാവുമോ? നീളം കൂടുതലാണ് ചെയിൻ. ചെയിൻ ഉണ്ടോ മാല പോലെ കിടക്കുന്നുണ്ട്. നമുക്ക് രണ്ട് നോക്കി മാല പോലെ കിടക്കും. ഒരു കണ്ണി എടുത്ത് കളഞ്ഞു നോക്കാം. അപ്പോൾ ചിലപ്പോൾ കറക്റ്റ് ആവും. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, അത്യാവശ്യം ദിവസമുള്ളൂ. ഒരെണ്ണം കൂടി കളഞ്ഞു നോക്കട്ടെ കേട്ടോ. നോക്കാമല്ലോ, കിട്ടാൻ ചാൻസ് ഇല്ല. യെസ്, കറക്റ്റ്. ഓക്കെ, അപ്പോൾ രണ്ട് കണ്ണി കൂടുതലുണ്ട്. അത് നമ്മളെടുത്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ 3.5 മണിക്കൂറത്തെ പണിക്ക് ശേഷം വണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്താകെ പെൻഡിങ് ഉള്ളത് സ്റ്റിക്കർ വർക്കാണ്. സ്റ്റിക്കറുകൾ ഒട്ടിക്കണം. അതുകൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു സസ്പെൻസ് ഉണ്ട്. അത് ഞാനും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ സംഭവം കണ്ടത്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് പറയാം. ഞാൻ പുറത്ത് 6 മണിക്ക് കയറിയതാണ്. ഇപ്പോൾ 9:30 എന്നെ അന്വേഷിച്ച് ഒരുത്തിനോട് വന്നിട്ടുണ്ട്. വേണ്ട, ഹലോ, ഞങ്ങൾ വൈകിട്ട് സൈക്കിൾ ഓടാൻ ഇറങ്ങാനിരുന്നതാ. ഇപ്പം ആളൊറ്റയ്ക്ക് സൈക്കിൾ ഓട്ടി ഇവിടെ വരെ വന്നിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് ബാക്കി കാണിക്കാം. മീറ്റർ കൺസോള്, മീറ്റർ മാത്രം ചെറിയൊരു പണി കിട്ടി. മീറ്റർ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം. പിന്നെ എന്നിട്ടുള്ള ഇങ്ങനെ ചെറുത് ഇവിടെ ഇങ്ങനെ സമയം 10 മണിയായിട്ടുണ്ട്. 4 മണിക്കൂറത്തെ പ്രയത്നത്തിന് ഫലമായിട്ട് വണ്ടി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഒറിജിനൽ V4ൻ്റെ ലുക്കൊന്നുമല്ല. ഒറിജിനൽ V4 എന്ന് പറയുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് ഒറിജിനൽ V4 വരുന്നത്. ഇതിപ്പോൾ സെറ്റിങ്ങിൽ ഈ ഒരു ലുക്കാണ് കിട്ടണം നമുക്ക്. പക്ഷെ എന്നാലും കുഴപ്പമില്ല, കൊടുത്ത കാശിനുള്ള വിലയുണ്ടെന്ന് പറയാം. ഇപ്പം ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ വർക്കിംഗ് ആണ്, റിയർ സസ്പെൻഷൻ വർക്കിംഗ് ആണ്, ചെയിനും കാര്യങ്ങളൊക്കെ പക്കയാണ്, എല്ലാം പെർഫെക്റ്റാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ തള്ളുമ്പോൾ ഇവിടെ ഉണ്ട് പിസ്റ്റൺ വരണം. നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ പിസ്റ്റൺ. നമ്മളിപ്പോൾ തള്ളാന്ന് വിചാരിക്കും, വീല് നീങ്ങുന്നുണ്ട്. പക്ഷേ
പിസ്റ്റണൊന്നും മൂവിങ് അല്ല. ഓക്കെ, കാണാൻ പറ്റണില്ലേ? ഇത് ഗിയർ ലിവറാണ്. ഗിയർ ഇട്ട് കഴിഞ്ഞ് നമ്മൾ തള്ളുമ്പോൾ നോക്കി പിസ്റ്റൺ മൂവ് ചെയ്യുന്നുണ്ടോ? ഇത് പക്ക വർക്കിംഗ് ആണിത്. ഗിയറൊക്കെ എൻഗേജ് ചെയ്ത് ഞാൻ പക്ഷെ ഇത് സെറ്റ് ചെയ്തിപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയ്ക്കും വൃത്തിയാവുന്നുള്ളൂ. ഇങ്ങനത്തെ പരിപാടികൾ ഉണ്ടാവുന്നുള്ളൂ വിചാരിച്ചിരിക്കാം. പക്ഷെ എനിക്ക് ഭയങ്കര സസ്പെൻസ് ആയിപ്പോയി സംഭവം. ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എഞ്ചിനൊക്കെ ഉറക്കുന്നുണ്ട്. അടിപൊളി. കാണുമ്പോൾ നമ്മുടെ ഒരു ഒറിജിനൽ പനികരയുടെ ലുക്കില്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ഭംഗിയുണ്ട്. മീറ്റർ കൺസോളും കാര്യങ്ങളും പിന്നെ സ്റ്റിക്കേഴ്സും എല്ലാനും ഓരോ ഡുക്കാറ്റിയുടെ സ്റ്റിക്കർ, പനികലെ, അങ്ങനെ എല്ലാനും. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഡുക്കാറ്റിയുടെ ബൈക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാണാൻ ഏകദേശം നമ്മുടെ റിയൽ ഡുക്കാറ്റിയുടെ മാതിരിയൊക്കെ ഉണ്ട്. പക്ഷെ ടാങ്ക് എനിക്ക് അത്രയ്ക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവൻ ഇരുന്ന് കാണണം. പിന്നെ നിങ്ങളെല്ലാവരും എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. പിന്നെ എല്ലാവരും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് കാത്തിരിക്കും. ടാറ്റാ.